എന്റെ ജോലിക്ക് കുഞ്ഞൊരു തടസ്സമാണ്. ഒരു കുഞ്ഞിനെ തന്നെ വളർത്താൻ ഞാൻ കഷ്ടപ്പെടുകയാണ്. അതിന്റെ കൂടെ ഒന്നുകൂടി ഇല്ല, ഒരിക്കലുമില്ല. എന്റെ ഈ കുഞ്ഞിനെ എനിക്ക് വേണം. നിനക്ക് ലജ്ജയില്ലേ ഈ കുഞ്ഞിന് ജന്മം നൽകാൻ? ജനസംഖ്യ വർദ്ധിച്ചു, ദാരിദ്ര്യം പെരുകി, അതിനിടയ്ക്ക് അമ്മയ്ക്ക് കുഞ്ഞ്. ഞാൻ ഡോക്ടർ, അതിലേക്ക് തന്നേരെ ആരും അരുത്, അങ്ങനെ പറയരുത്. എന്റെ കുഞ്ഞിനെ കൊല്ലരുത്. സ്നേഹത്തിന്റെയും നിഷ്കളങ്കതയും പ്രതീകമായ കുഞ്ഞുങ്ങളെ കൊല്ലാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നും? നിങ്ങളുടെ ഒരു സ്ത്രീയല്ലേ? എനിക്ക് ആദ്യമേ ഈ കുഞ്ഞ് ഭൂമിക്കൊരു ഭാരമായിരിക്കും. അവന്റെ പഠനം, വിദ്യാഭ്യാസം, ആരോഗ്യം, അങ്ങനെ എത്ര ചെലവുകൾ. ഈ കുഞ്ഞ് നമുക്ക് വേണ്ട. ഇതിനെ നമുക്ക് കൊന്നു കളയാം. നിങ്ങൾ പറയുന്നത് കേട്ട് എന്റെ കുഞ്ഞ് എത്ര വിഷമിക്കുന്നുണ്ടാവും. നിങ്ങൾക്കറിയോ നിങ്ങളെങ്ങനെ നിങ്ങളായത്? ഈശോയുടെ സുന്ദരമായ ഭൂമിയിൽ ജീവിക്കാൻ എനിക്കും ഉണ്ടാകില്ലേ ആഗ്രഹം? ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടപ്പോൾ എന്റെ അമ്മ എത്ര സന്തോഷവതിയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നീട് നിങ്ങൾ എല്ലാവരും ചേർന്ന് നിർത്തൂ. നിങ്ങൾ എന്തിനാണ് ഈ പിഞ്ചു കുഞ്ഞിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ സന്താനബുദ്ധിയുള്ളവരായി ഭരിക്കും, ലോകത്തെ അവകാശമാക്കുകയും എന്നല്ലേ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഒരമ്മയുടെ വയറ്റിൽ വളരുന്ന ഓരോ കുഞ്ഞും ഓരോ ഡോക്ടറുടെയും എഞ്ചിനീയറുടെയും വലിയ വലിയ കമ്പനികളുടെയും സാമ്പത്തിക നേട്ടത്തിന് കാരണമാണ്. പുത്തൻ ഉടുപ്പും കുടയും ബാഗും ഒക്കെ അന്വേഷിക്കുന്ന ഈ കുഞ്ഞും ഒരു ഉപഭോക്താവാണ്. ഭൂമിയിൽ അല്ലെങ്കിലേ സ്ഥലമില്ല. ഇനി പെരുകിയാൽ ഭൂമിയുടെ 3% മാത്രമാണ് ഇപ്പോഴും മനുഷ്യവാസമുള്ളത്. പിന്നെയാണ് ഒരു കുഞ്ഞിനുള്ള സ്ഥലം. ഭക്ഷണക്ഷാമം കൊണ്ട് ഇവിടെ ആരും പട്ടിണി കിടന്ന് മരിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഇന്ത്യയിലെ ഗോഡൌണുകളിൽ ഇന്നും ഭക്ഷണം കെട്ടിക്കിടക്കുന്നു. പിന്നെ ഒരു കുഞ്ഞിനുള്ള ഭക്ഷണം. ഒരുപാട് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ളത് നൽകാൻ കഴിയാതെ വന്നാൽ അത് അവരോട് ചെയ്യുന്ന അനീതിയാണ്. എപ്പോഴും തന്റെ കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതിലൂടെയാണ് ഓരോ മാതാവിന്റെയും പിതാവിന്റെയും കടമകൾ അന്വർത്ഥമാകുന്നത്. എനിക്ക് വെറും 3000 രൂപയാണ് ശമ്പളം ഉള്ളത്. ഈ കുഞ്ഞിനെ ഞാൻ എങ്ങനെ വളർത്തും? എങ്ങനെ വളർത്തുമെന്നല്ലല്ലോ ചോദ്യം. പണക്കാരുടെ മക്കളുടെ കൂടെ എങ്ങനെ വളർത്തുമെന്നല്ലേ? മഹാന്മാരായ അബ്രഹാം ലിങ്കണും മറ്റും ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്നവരായിരുന്നു. മൂല്യബോധത്തോടെ കുഞ്ഞുങ്ങളെ വളർത്തുക എന്നാണ് പ്രധാനം. കുഞ്ഞിന് വൈകല്യമുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുന്നതിന് എന്ത് തെറ്റാണുള്ളത്? ദൈവം അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഓരോ നിമിഷവും ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വൈകല്യമുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നാം സ്വീകരിക്കണം. അതാണ് ദൈവത്തിന്റെ ഹിതം എന്ന് നാം തിരിച്ചറിയണം. ഓരോ മാതാപിതാക്കളും മിടുക്കരായ കുഞ്ഞുങ്ങളെ ജനിക്കുമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? വൈകല്യമോ കുറ്റങ്ങളോ കുറവുകളോ ഇല്ലാത്തവരായി ഈ ഭൂമിയിൽ ആരും ജനിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ മനുഷ്യവർഗമേ എന്നുണ്ടാകുമായിരുന്നില്ല. ഒന്ന് ചിരിക്കാൻ പോലും ആകുന്നതിന് എങ്ങനെ തോന്നുന്നു ആ കുട്ടികളെ കൊല്ലാൻ? വികസിത രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നയം അബോർഷനെ പിന്താങ്ങും. പിന്നെ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? വികസിത രാജ്യങ്ങൾ പശുക്കുട്ടിയെ കൊല്ലാൻ പാടില്ലാത്ത സ്ഥലത്ത് മനുഷ്യക്കുഞ്ഞിനെ കൊല്ലുന്നത് വിരോധിക്കാൻ ഒരു നിയമവും. എന്ത് വിരോധാഭാസമാണ്! കേരളത്തിൽ പ്രതിദിനം 1000 കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു. 18ാം ദിവസം ഒരു കുഞ്ഞിന്റെ ഹൃദയം ചലിച്ചു തുടങ്ങി. നിങ്ങൾക്കറിയുമോ നിങ്ങളെങ്ങനെ നിങ്ങളായിരുന്നു? നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ ഈ കാരണങ്ങൾ കൊണ്ട് ഒക്കെ തന്നെ കൊല്ലാമായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ട് അവർ ചെയ്തില്ല?
മാതൃസ്നേഹം. ചിന്തിക്ക്, നിങ്ങൾക്കറിയുമോ നിങ്ങളെങ്ങനെ നിങ്ങളായതെന്ന്? ശരിയാണ്. ജീവനെ നശിപ്പിക്കുന്ന ഈ പ്രവൃത്തി ഇനി ഒരിക്കലും ഞാൻ ചെയ്യുകയില്ല. ഇനി മുതൽ ഞാൻ നല്ലൊരു ഡോക്ടറായിരിക്കും. ജീവനെ സംരക്ഷിക്കുന്ന ഒരു നല്ല സാമൂഹിക പ്രവർത്തകനായി ഞാൻ എന്റെ രാഷ്ട്രത്തെ സ്വീകരിക്കും. നീതിബോധമുള്ള രാഷ്ട്രീയ പടുത്തുവെത്താൻ ഇനി എന്തും ഞാൻ കൂടെ ഉണ്ടാവും. ഇനി മുതൽ എനിക്ക് നല്ലൊരു ഭർത്താവായി, നമ്മുടെ മക്കൾക്ക് നല്ലൊരു അപ്പനായി, എല്ലാത്തിനും ഉപരി ജീവനെ സ്നേഹിക്കുന്ന നല്ലൊരു മനുഷ്യനായി ഞാൻ മാറും. ഇത്രയും പ്രമുഖരായ വ്യക്തികളോട് ഉണ്ടായിരുന്നപ്പോൾ ഈ യുവജനം മാത്രമാണ് എന്റെയും എന്റെ കുട്ടിന്റെയും ജീവൻ കാവലായത്. ഇതുപോലെ യുവജനങ്ങളാണ് നമ്മുടെ രാഷ്ട്രത്തെ സേവിക്കാൻ ഇറങ്ങേണ്ടത്. തിരുവചനം മാർഗ്ഗദീപം, പരസ്നേഹം സമരായുധം, പരിചയോ നവവിശ്വാസം, അറിവോപാധേയവും. തിരുവചനം മാർഗ്ഗദീപം, പരസ്നേഹം സമരായുധം, പരിചയോ നവവിശ്വാസം, അറിവോപാധേയം.